സിന്ദൂരരേഖ. രചന അവതരണം മൈഥിലി മിത്ര. ഭാഗം 5. എൻ്റെ അച്ചുമോനെ, നിന്നെക്കൊണ്ട് ഞാൻ തോറ്റല്ലോ. കുളിപ്പിച്ച് ഡ്രസ്സും ഇടിയിപ്പിച്ച് ആദ്യം ഒരുക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അച്ചുവിൻ്റെ കാറിച്ച മുറ്റത്ത് നിന്നും ഉച്ചത്തിൽ കേട്ടത്. ആദിയോടെ കുഞ്ഞിനെയും കയ്യിലെടുത്ത് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചയിൽ അവൾ ഒരു നിമിഷം സ്വയം മറന്നു പൊട്ടിച്ചിരിച്ചുപോയി. 10 മിനിറ്റ് മുൻപ് ഇടിയിപ്പിച്ച് കൊടുത്ത ബനിയനിലും നിക്കറിലും മുഴുവൻ ചേറ് പുരണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ആശാൻ്റെ തല മുതൽ കാല് വരെ ചെളിയില്ലാത്ത ഒരു ഭാഗം പോലും ഇല്ലായിരുന്നു. നോക്കു മോളെ, നീ ഇവനെ കുളിപ്പിച്ചിട്ട് 10 മിനിറ്റ് പോലും ആയില്ലല്ലോ. കണ്ടില്ലേ ചെക്കൻ്റെ ഇപ്പോഴത്തെ പടുതി? ദേവരാജൻ അച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സാവധാനം മുമ്പിലേക്ക് നീക്കി നിർത്തി. എൻ്റെ കണ്ണും വെട്ടിച്ച് പറമ്പിലേക്ക് ഒറ്റ ഓട്ടം ഓടിയതാ. പുറകെ ചെന്ന് പിടിച്ചതുകൊണ്ട് ഇത്രത്തേതിൽ ഒതുങ്ങി. ചെളിക്കുണ്ടിൽ കിടന്ന് ഉരുളുവായിരുന്നു ഈ കുരുത്തം കെട്ടവൻ. പറയുന്നതിനോടൊപ്പം തന്നെ പൈപ്പിൻ്റെ കീഴിലേക്ക് അയാൾ കുഞ്ഞിനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി നിർത്തി. അയ്യോ സർ, ഞാൻ അവനെ കുളിപ്പിച്ചെടുത്തോളാം. മീര അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. ഇതൊക്കെ കണ്ട് കയ്യിൽ നിന്നും താഴേക്ക് ചാടുവാനായി പെട്ടുകൊണ്ടിരുന്ന ആദിമോനെ ദേവരാജൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവൾ അച്ചുവിൻ്റെ ഉടുപ്പ് പതിയെ മാറ്റി ദേഹമാകെ കഴുകിയെടുത്തു. എന്തിനാ എൻ്റെ കുഞ്ഞാവ ചെളി കളിക്കാൻ പോയേ? അതുകൊണ്ടല്ലേ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് മുഴിച്ചിച്ചിയായത്. മുമ്പിലത്തെ അയയിൽ കിടന്ന ഒരു ടവലെടുത്തിട്ട് അവനെ പൊതിഞ്ഞെടുത്ത് മീര. ഇനിയിപ്പോൾ നിന്നെ ആദ്യം തൊട്ട് ഒരുക്കേണ്ട അവസ്ഥയാണല്ലോ കുഞ്ഞാ. അവനെ മുറിയിലേക്ക് കൊണ്ടുപോയി ദേഹം തുവർത്തിയിട്ട് ഒരു ഷർട്ടും ട്രൗസറും അവൾ ഇടുവിച്ചു കൊടുത്തു. നല്ല അച്ചുമോനല്ലേ, ഇനി ചെളിയാക്കാൻ പോവല്ലേ കേട്ടോ. മുഖത്തും ദേഹത്തും പൗഡർ ഇട്ടുകൊണ്ട് കുഞ്ഞിച്ചക്കൻ്റെ കവിളിൽ അമർത്തിയൊരു ഉമ്മ വെച്ച് കൊടുത്തു പെണ്ണവൾ. ഈടേ മറുകവളും കൂടി കാട്ടിക്കൊടുത്തവൻ്റെ മുഖമാകെ ചുണ്ടുകൾ ചേർക്കാൻ അവൾക്ക് തെല്ലും മടി കാട്ടിയില്ല. അമ്മേ. അച്ഛൻ ദേവരാജൻ്റെ കൈകളിൽ നിന്നും ഊർന്നിറങ്ങിയിട്ട് അപ്പോഴേക്കും ആദ്യം അങ്ങോട്ടേക്ക് പിച്ച വെച്ച് നടന്നു ചെന്നിരുന്നു. എന്താടാ കുഞ്ഞിച്ചക്ക? മീര അവനെ കൈയാട്ടി അരികിലേക്ക് വിളിച്ചു. എന്നെ എത്തേ. കുഞ്ഞിക്കൈ രണ്ടും പൊക്കി പിടിച്ചുകൊണ്ട് എടുക്കുവാനായി ആദി ചിണുങ്ങി. എൻ്റെ പൊന്നിനെ എടുക്കണോ വാവേ? ആദിയെ വാരിയെടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് അരികിൽ കിടന്ന കട്ടിലിലേക്ക് അവൾ ഇരുന്നു. അമ്മ എന്നെയും. അപ്പോഴേക്കും താഴെ നിന്ന അച്ചുവും ചുണ്ടു കൂർപ്പിച്ചിട്ട് വിതുമ്പുവാനായി തുടങ്ങിയിരുന്നു. മോനെ എടുക്കാമല്ലോ. ഇരു കൈകളിലുമായി ഇരുവരെയും താങ്ങിക്കൊണ്ട് മീര അവരെ മാറോട് ചേർത്ത് പിടിച്ചു. അവളുടെ കവിളുകളിൽ കടിക്കുകയും നക്കിയും ഉമ്മ കൊടുത്തുമൊക്കെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവരിരുന്നു. അത് കണ്ട് കണ്ണ് നിറച്ചുകൊണ്ട് ദേവരാജൻ പുറത്തേക്ക് നടന്നു. മാതൃത്വം എന്ന വിശപ്പ് മാറ്റുവാൻ അവളിലെ പോറ്റമ്മയ്ക്കായി. ആ സ്നേഹവാത്സല്യത്തിൽ ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ അവളെ തെല്ലും അലട്ടിയില്ല എന്നതാണ് സത്യം. അനുമോനെ, വരുന്ന കാര്യം ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ നീ എന്നോട്. വാതിൽക്കൽ അവനെ സാഗൂതം നോക്കിക്കൊണ്ട് നിൽക്കുന്ന വത്സലയും കടന്ന് അവൻ സ്വന്തം മുറിയുടെ നേർക്ക് തിരിച്ചു. മോനെ, നിന്നോടാ ചോദിച്ചത്, എന്താണ് പറയാതെ വന്നേന്ന്. ഇപ്രാവശ്യം അവരുടെ സംസാരത്തിൽ പരിഭ്രമം കലർന്നിരുന്നു. പറഞ്ഞിട്ടോ അറിയിച്ചിട്ടോ ഒക്കെ വരാൻ ഞാൻ എൻ്റെ കല്യാണത്തിനൊന്നും വന്നതല്ലല്ലോ. രൂക്ഷമായി അവരെ ഒന്ന് നോക്കിയതിന് ശേഷം അനിരുദ്ധ് വീണ്ടും മുറിയിലേക്ക് പോകുവാനായി തുടങ്ങി. എൻ്റെ മോൻ മാസങ്ങൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് വരുമ്പോൾ അമ്മയായി ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പെറുക്ക് വെച്ച് കാത്തിരിക്കണ്ടല്ലേ? അങ്ങനെയല്ലേ എല്ലാ വീടുകളിലും നടക്കുന്നത്? വത്സല മുഖമൊന്ന് ചുളുക്കിക്കൊണ്ട് ചോദിച്ചു. ആഹാ, എല്ലാ വീടുകളിലെ അമ്മമാർ എങ്ങനെയായിരിക്കുമെന്ന് അമ്മയ്ക്കപ്പോൾ നല്ലതുപോലെ അറിയാം. എന്നിട്ടാണോ എൻ്റെ ഭാര്യയെ ചേട്ടൻ്റെ കൂടെ പറഞ്ഞു വിടുവാനായി ഇത്രയ്ക്കും ശുഷ്കാന്തി കാട്ടിയത്? എല്ലാ വീടുകളിലെ അമ്മമാർ ഇങ്ങനെയാണോ ചെയ്യുന്നേ? പുച്ഛത്താൽ മുഖമൊന്ന് കോട്ടിയിട്ട് അവൻ സ്വന്തം റൂമിലേക്ക് കയറി വാതിൽ ഉച്ചത്തിൽ കൊട്ടിയടച്ചു. എൻ്റെ വയറ്റിൽ തന്നെ വന്ന് നീ ജനിച്ചല്ലോ. 10 പൈസ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവൻ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതെങ്ങനെയാ? അപ്പൻ്റെ അല്ലേ മോൻ, ആ കുണമല്ലേ കാണിക്കത്തുള്ളൂ. സ്വന്തം തള്ളയെ ശത്രുവിനെ പോലെ കാണുന്ന ഏത് മക്കളുണ്ട് ഈ ലോകത്ത്? ഇവൻ്റെയൊക്കെ കൂടെ ഏതവളാ ജീവിക്കുന്നത്? നിന്നെ ഇട്ടിട്ട് വിനീത ഒളിച്ചോടിപ്പോയെങ്കിൽ അതിനെ എങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റുന്നത്? അനിരുദ്ധനെ മനസ്സിൽ പ്രാഗിയിട്ട് അവർ ഹാളിലെ സെറ്റിയിലേക്ക് അമർന്നിരുന്നു. ശേഷം റിമോട്ട് കയ്യിലെടുത്ത് TV ഓൺ ചെയ്ത് സീരിയൽ കാണുവാനായി തുടങ്ങി. അച്ഛേ. പപ്പൻ പണി കഴിഞ്ഞ് ഗേറ്റും കടന്ന് വന്നപ്പോഴേ ഉമ്മറത്തിരുന്ന് മീരയോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന അച്ചുവും ആദിയും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. ആഹാ,
എൻ്റെ മക്കൾ രണ്ടുപേരും കണ്ണും തുറന്നിരിപ്പാണോ? തോളിലിരുന്ന തൂമ്പ മുറ്റത്തിൻ്റെ ഒരരികിലേക്ക് നീക്കി വെച്ചിട്ട് അവൻ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ചെന്നു. അച്ഛേ. പൊടുന്നനെ ഇരുവരും അവൻ അരികിലേക്ക് കയ്യും പൊക്കി പിടിച്ചുകൊണ്ട് ചാടുവാനായി തുടങ്ങി. അച്ഛ പോയി കുളിച്ച് വന്നിട്ട് എടുക്കാവേ, എൻ്റെ ദേഹം മുഴുവൻ ഇച്ചിച്ചിയായല്ലോ മക്കളെ. അവർക്കരികിലായിരുന്ന മീരയോട് അവരെ എടുക്കുവാനായി കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടിയിട്ട് അവൻ ധൃതിയിൽ കുളത്തിന് നേർക്ക് നടന്നു. അച്ഛാ. അവൻ പോയെന്ന് കണ്ടതും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഉച്ചത്തിലായി. അവർ ഇരുവരും മീരയുടെ ദേഹത്തേക്ക് വലിഞ്ഞു കയറിയിരുന്നു കൊണ്ട് പപ്പൻ പോയ വഴിയിലേക്ക് വിരൽ ചൂണ്ടി. അച്ഛ കുളിക്കാൻ പോയതല്ലേ മുത്തേ, ഇപ്പം വരുവേ, കരയല്ലേ. ഇരുവരെയും ഒക്കെ തിരുത്തി സമാധാനിപ്പിക്കുവാനായി ശ്രമിച്ചുവെങ്കിലും രണ്ടുപേരും വാശിയിൽ തന്നെ അവരുടെ കരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. എൻ്റെ മകൾ കരയല്ലേടാ. അവരുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ നിർത്തുന്നില്ല എന്ന് കണ്ടതും മീര ആകപ്പാടെ വല്ലാതെയായി. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അവളുടെ ഹൃദയത്തെ പൊള്ളിച്ചു. അടിവയറ്റിൽ നിന്നും എന്തോ ഒരു വേദന മുകളിലേക്ക് വലിഞ്ഞു കയറുന്നത് പോലെ. കുരുന്നുകളുടെ കണ്ണുനീർ വീണ് അവളുടെ മുഖവും ചുരിദാറിൻ്റെ മേൽഭാഗവും നനയുവാനായി തുടങ്ങി. എന്തിനാ മോളെ കുഞ്ഞുങ്ങൾ കരയുന്നേ? നിലവിളി കേട്ട് ഭയന്നു പോയ നാണിയമ്മ അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും ഉമ്മറത്തേക്ക് ഓടിയെത്തിയിരുന്നു. പപ്പൻ സാറ് വന്നിട്ട് കുട്ടികളെ എടുത്തില്ല. കുളിക്കാനാണെന്നും പറഞ്ഞ് ഇപ്പോൾ കുളത്തിലേക്ക് പോയിട്ടേയുള്ളൂ. അപ്പം തൊട്ട് തുടങ്ങിയ കരച്ചില്ല. ദേഹത്തൊട്ടിക്കിടക്കുന്ന പൊന്നോവനകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാട്ടിക്കൊണ്ട് മീര മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒരാളെ ഇങ്ങോട്ട് താ, ഞാൻ എടുക്കാം. അവർ എടുക്കുവാനായി തുടങ്ങിയതും കുട്ടികൾ രണ്ടുപേരും മീരയുടെ ദേഹത്തേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു കൊണ്ട് നിലവിളിച്ചു. ഒന്നാമതെ പനി ഒന്ന് കുറഞ്ഞു വരുന്നേ ഉള്ളൂ. കരഞ്ഞത് കൂട്ടാതിരുന്നാൽ മതിയായിരുന്നു. നാണിയമ്മയ്ക്ക് അതായിരുന്നു ആലോചന മുഴുവനും. എൻ്റെ കൃഷ്ണ, പനി എങ്ങാലും കൂടിയാലോ ചിറ്റേ? അത് കേട്ട് മീര പേടിയോടെ ഒന്ന് വിറച്ചു. നീ ഒരു കാര്യം ചെയ്യും മീര, കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ല്. അവനെ കണ്ട ചിലപ്പോൾ ഇവർ കരച്ചിൽ നിർത്തിയേക്കും. അവരതും പറഞ്ഞിട്ട് അകത്തേക്ക് വേഗത്തിൽ നടന്നു. ഈശ്വര, എന്തോ കരിഞ്ഞു മണക്കുന്നതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. അടുപ്പത്ത് വെച്ചത് അടുക്കി പിടിച്ചോ ആവോ. ഉള്ളിലേക്ക് പോകുന്നതിനിടയിൽ നാണിയമ്മയുടെ പിറുപിറുക്കൽ അവൾ മുറ്റത്ത് നിന്നും കേട്ടു. ഈശ്വര, അങ്ങോട്ടേക്ക് ചെന്നാൽ സാർ എന്ത് കരുതും? പക്ഷേ മക്കളിങ്ങനെ കരയുമ്പോൾ മനസ്സ് അരുതെന്ന് പറഞ്ഞിട്ടും അവരുടെ കരച്ചിൽ അവളെ കുളപ്പടവിൻ്റെ നേർക്ക് നടത്തി. കരയില്ലേ മക്കളെ, നമുക്ക് അച്ഛയുടെ അടുത്തേക്ക് പോകാവേ. ഓടിച്ചെന്ന് അടച്ചിട്ടിരിക്കുന്ന കുളത്തിൻ്റെ വാതിലിന് മുമ്പിൽ ചെന്ന് നിന്നു. എന്താ കുഞ്ഞുങ്ങൾ കരയുന്നേ? നിർത്താതെയുള്ള അവരുടെ നിലവിളി കേട്ടതുകൊണ്ടാവാം കുളിച്ചുകൊണ്ടിരുന്ന പപ്പൻ അകത്തു നിന്ന് ആശങ്കയോടെ വിളിച്ചു ചോദിച്ചു. മക്കൾ കരച്ചിൽ നിർത്തുന്നില്ല. അവർക്ക് അച്ഛയെ കാണുമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. പേടിയോടെ, അതിലുപരി ആധിയോടെ അവൾ ഉത്തരം നൽകി. 1 മിനിറ്റ്, ദേ ഞാൻ വരുന്നു. അകത്തു നിന്നും അവൻ്റെ ഭീതിയുള്ള ഒച്ച കേട്ടതും മീര അവരെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കുളത്തിൻ്റെ അടച്ചിട്ട വാതിൽക്കലേക്ക് നോക്കി നിന്നു. കരയില്ലേടാ, അമ്മയുടെ പൊന്നല്ലേ. വാശിയോടെ കയ്യിൽ കിടന്ന് കുതിർന്നവരെ മീര ശ്രദ്ധയോടെ അടക്കി പിടിച്ചു. അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി കണ്ണിൽ കൂടി നീരിറവ പുറത്തേക്ക് ചാടിയതോ അത് കവിളും കഴിഞ്ഞ് താഴേക്ക് ഒരുങ്ങി ഇറങ്ങിയതോ പെണ്ണവൾ അറിഞ്ഞിരുന്നില്ലപ്പോൾ. അവളൊരു മാന്ത്രിക ലോകത്തായിരുന്നു. അവളും അവളുടെ പൊന്നോമന മക്കളും മാത്രമുള്ള ഒരു മായിക ലോകത്ത്. അവരുടെ കൊഞ്ചലുകളും കുറുമ്പും മാത്രമുള്ള മായിക ലോകത്ത്. എന്തിനാടാ മക്കളെ ഇങ്ങനെ കരയുന്നേ? അച്ഛാ വന്നല്ലോ. പൊടുന്നനെ കുളത്തിൻ്റെ വാതിൽ തുറന്ന് പപ്പൻ പുറത്തേക്കിറങ്ങി വന്നു. അവൻ്റെ ശബ്ദം കേട്ടതും മീരയുടെ കയ്യിലിരുന്ന കുരുന്നുകൾ രണ്ടുപേരും ഉടൻ തന്നെ കരച്ചിൽ നിർത്തി. അച്ഛയുടെ പൊന്നൂസുകൾ വായോ. പപ്പൻ കൈ നീട്ടിയതും ഒരു ഊക്കോടുകൂടി അച്ചു ആദി അവൻ്റെ കയ്യിലേക്ക് ചാടി വീണു. ഇരു കൈകളിലുമായി ഇരുവരെയും എടുത്തുകൊണ്ട് അവരെ മുത്തങ്ങൾ കൊണ്ട് മൂടുമ്പോൾ പപ്പൻ്റെ മനസ്സിലെ ആശങ്ക പതിയെ അലിഞ്ഞില്ലാതായി. അവരും മൂവരുടെയും സന്തോഷം നോക്കി കണ്ടപ്പോൾ മീരയുടെ കണ്ണുകളും സന്തോഷം കൊണ്ട് നിറഞ്ഞു. തന്നെ ഒരുപാട് ഇവർ ബുദ്ധിമുട്ടിച്ചല്ലേ. രണ്ടുപേരും ഒന്നടങ്ങിയെന്ന് തോന്നിയപ്പോഴാണ് പപ്പൻ മുൻപിൽ നിൽക്കുന്ന പെൺകുട്ടിയെ ശ്രദ്ധിച്ചത് തന്നെ. ഏയ്, അങ്ങനൊന്നുമില്ല. മീര ചിരിച്ചുകൊണ്ട് ഉത്തരം നൽകി. അതോടൊപ്പം കവിളിൽ പടർന്ന കണ്ണുനീർ ഒട്ടൊരു ചമ്മലോടെ കൈവെള്ളം കൊണ്ട് തുടച്ചു മാറ്റി. അപ്പോഴാണ് അവളും പത്മനാഭനെ ശ്രദ്ധിച്ചത്. കുളി കഴിഞ്ഞ് ഒരു കാവിമുണ്ട് മാത്രം ഉടുത്തുകൊണ്ടാണ് ആള് പുറത്തേക്ക് വന്നിരിക്കുന്നത്.
തോളിന് ഇരുവശങ്ങളിലുമായി ഒരു നനഞ്ഞ തോർത്തുമുണ്ട് കിടപ്പുണ്ട്. തലമുടിയിൽ നിന്നും ചുമലിലേക്ക് വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് ഓടി വന്നതായിരിക്കണമെന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു. അമ്മയുടെ അടുത്തേക്ക് പോ, ഞാനൊന്ന് തോർത്തിയിട്ട് വരാം മക്കളെ, അവൻ അവരോട് കെഞ്ചി ചോദിച്ചു. എങ്കിലും അച്ചുവും ആദിയും മീരയുടെ അടുത്തേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. പത്മനാഭൻ്റെ മക്കളോടുള്ള കൊഞ്ചിയുള്ള സംസാരവും അവരുടെ അസ്പഷ്ടമായ വാക്കുകൾ കൊണ്ടുള്ള മറുപടികളും എത്ര നേരമെങ്കിലും വേണമെങ്കിലും കണ്ടുകൊണ്ടിരുന്നാലും മടുപ്പുളവാകില്ലെന്ന് മീരയ്ക്കപ്പോൾ മനസ്സിലായി. അതിലുപരി അവളുടെ മനസ്സിൽ പതിഞ്ഞൊരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മയെന്നുള്ള ആളിൻ്റെ അഭിസംബോധനയായിരുന്നു. അവൾക്കതിൽ അത്ഭുതം തോന്നി. കുഞ്ഞുങ്ങൾ തന്നെ അമ്മയെന്ന് വിളിക്കുന്നതിൽ സാറിന് പ്രശ്നമൊന്നുമില്ലെന്നല്ലേ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? അവളുടെ മനസ്സ് അങ്ങനെ ചിന്തിച്ചു. മീര, നീ ആദ്യം ഒന്നെടുക്കോ? പപ്പൻ്റെ ചോദ്യമാണ് അവളെ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇങ്ങി താ സാർ. അവൻ്റെ കയ്യിൽ നിന്നും ആദിയെ വാങ്ങി നെഞ്ചോട് ചേർക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി തുടങ്ങിയിരുന്നു. കുരുത്തം കെട്ട ചെക്കന്മാർ. അച്ചുമോനെ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് നടക്കുന്നവൻ്റെ പിന്നാലെ അവളും പിന്തുടർന്നു. അച്ഛൻ വന്നു എന്നാ തോന്നുന്നേ. വീടിൻ്റെ മുൻവശത്തെ മുറ്റത്തേക്ക് നടന്നു കയറിയപ്പോഴാണ് ഗേറ്റും കടന്ന് അകത്തേക്ക് വന്ന് പാർക്ക് ചെയ്യുന്ന ദേവരാജൻ്റെ കാർ കണ്ടത്. അവരിരുവരും അയാളുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് നടന്നു. അതേസമയം ഫ്രണ്ട് ഡോർ തുറന്നിറങ്ങിയ അയാളുടെ മിഴികൾ ചെന്ന് പതിച്ചത് അവർ 4 പേരിലുമായിരുന്നു. പപ്പനും മീരയും 2 കുരുന്നുകളും. സ്നേഹത്തിൻ്റെ വിലയറിയുന്നവൾക്ക് മുൻപിൽ ആർക്കും വേണ്ടി കേഴേണ്ടി വരികയില്ലല്ലോ. അയാളുടെ മനസ്സ് ചോദിച്ചു, എന്താണ് നാണിയമ്മേ ആ കുട്ടിക്ക് സംഭവിച്ചത്? അന്ന് നിങ്ങളുടെ കരച്ചിലും ബഹളമൊക്കെ കണ്ട് ഞങ്ങൾ 2 ആകെ പേടിച്ചു പോയിരുന്നു. അതുകൊണ്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനും പറ്റിയില്ല. ദേവരാജൻ ഉച്ചയൂണ് കഴിക്കാനായി ടേബിളിന് മുൻപിൽ വന്നിരുന്നപ്പോൾ പതിയെ അവരോട് ആരാഞ്ഞു. അടുത്തിരുന്ന ചോറുണ്ണുന്ന പത്മനെ ഒന്ന് നോക്കിയതിന് ശേഷം അയാൾ മീര അവിടെയങ്ങ് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് സംഭാഷണത്തിന് തുടക്കമിട്ടത് തന്നെ. അവൾ എൻ്റെ അനിയത്തിയുടെ മോളാണെന്ന് സാറിന് അറിയാമല്ലോ. അവളെ വലിയൊരു വീട്ടിലേക്കാണ് കല്യാണം കഴിച്ച് വീട്ടുകാർ പറഞ്ഞയച്ചത്. അന്ന് മീരയുടെ ആങ്ങള ആ കല്യാണത്തിന് ഒരുപാട് എതിർത്തെങ്കിലും അവിടെ അച്ഛൻ്റെ ഒറ്റ നിർബന്ധത്തിനാണ് അത് നടന്നത്. അവർ ഒട്ടൊരു നെടുവീർപ്പോടുകൂടി സാരിയുടെ കോന്തല കൊണ്ട് മുഖം അമർത്തി തുടച്ചു. സാറിനറിയോ, അമ്മായിമ്മ പോര് സഹിക്കാൻ വയ്യാതെ ഒരു വിധത്തിലാണ് മീരമോൾ അവിടെ പിടിച്ചു നിന്നത്. അതിൻ്റെ കൂടെ പിള്ളേരൊന്നും ആവുന്നില്ല എന്നും പറഞ്ഞ് കെട്ടിയോനായ ആദിത്യനും കൂടെ തുടങ്ങിയപ്പോൾ അവൾ ആകെ വിഷമിച്ചു പോയി സാറേ. ബൗളിലിരുന്ന കുറച്ച് സാമ്പാർ അയാളുടെ പാത്രത്തിൽ ഇത്തിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അവർ ഒരു വട്ടം കൂടി തിക്കും പൊക്കും നോക്കി. അവൻ്റെ അനിയൻചക്കൻ അനിമോൻ ഒരു പാവമാണ്. അതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ സാറേ. അവനങ്ങ് ഗൾഫിലാണ് ജോലി. മീരയുടെ ഭർത്താവും അനിയൻ്റെ ഭാര്യയുമായി രഹസ്യബന്ധം ഉണ്ടായിരുന്നെന്നത് പരസ്യമായ രഹസ്യമായിരുന്നു. അതിന് ചുക്കാൻ പിടിക്കാൻ നിന്നത് അവിടെ അമ്മായിയമ്മയും. ഒടുക്കൻ 2 കൂടെ ഒളിച്ചോടി. ഇപ്പോൾ പുറത്തോട്ടൊന്ന് നാണക്കേട് കൊണ്ട് ഇറങ്ങാൻ മേലാത്ത അവസ്ഥയാണ് അവിടെ. അവർ ഒട്ടൊരു നെടുവീർപ്പോടുകൂടി പറഞ്ഞു നിർത്തി. ഈ കുട്ടിയെ ഇതിൻ്റെ ആങ്ങള ദത്തൻ ചെന്ന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ട് കൂട്ടിക്കൊണ്ട് പോയതല്ലേ. പിന്നെ എന്തിനാണ് ഇവൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പപ്പൻ ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് സംശയത്തോടെ നാണിയെ നോക്കി. അതൊന്നും പറയണ്ട സാറേ. ദത്തൻ അവൻ്റെ അനിയത്തി എന്ന് വെച്ചാൽ പ്രാണനാ. വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി ഒരു രാത്രി ഇരുട്ടി വെളുത്തില്ല. അതിനു മുമ്പേ തന്നെ ഇവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. കാരണം അവിടെ അച്ഛൻ രവി തന്നെ. മനസ്സ് തകർന്നിരിക്കുന്ന ആ പെണ്ണിനോട് പറയാൻ പാടില്ലാത്ത പലതും അങ്ങേര് പറഞ്ഞു. എല്ലാം കൈവിട്ടുപോയി. തകർന്നിരിക്കുന്ന അവസ്ഥയിൽ സ്വന്തം വീട്ടുകാരും കൂടി അങ്ങനെ കുറ്റപ്പെടുത്തണമ്പോൾ മരിക്കണമെന്ന് തോന്നിപ്പോയി കാണും ആ പാവത്തിന്. ഇക്കാര്യത്തിൽ അതിനെ കുറ്റം പറയാനും പറ്റത്തില്ല. അവർ മേശയുടെ മുകളിലിരിക്കുന്ന സ്റ്റീൽ ജക്കിൽ നിന്നും ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ച് നിറച്ച് ഇരുവരുടെയും മുൻപിലേക്കായി നീക്കി വെച്ചു. എനിക്കെൻ്റെ രശ്മി മോളെപ്പോലെ തന്നെയാ മീരമോളും. ആശുപത്രി അതിൻ്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. അവിടെ പോലും അവിടെ അച്ഛൻ അവൾക്ക് ഇത്തിരി സമാധാനം കൊടുത്തിട്ടില്ല. ആ വീട്ടിൽ ഇനിയും നിർത്തിയാൽ അതെന്തെങ്കിലും വിഷം കുടിച്ച് ചാവും. അത് കാണാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഒട്ടൊരു ഇടർച്ചയോടുകൂടി അവർ പറഞ്ഞു നിർത്തി. അതെന്തായാലും നന്നായി കൽനാണി. ഇപ്പോൾ നോക്കിക്കേ, പിള്ളേരുടെ കൂടെ അവൾ നടന്നിപ്പോൾ പഴയതൊന്നും ആലോചിക്കുന്നേ ഇല്ല. അതിനുള്ള സമയം ആ കുറുമന്മാർ കൊടുത്തിട്ട് വേണ്ടേ? ഈ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് എത്ര പെട്ടെന്നാ മീര അതുങ്ങളെ കയ്യിലെടുത്തത്.
ഒരു മനുഷ്യരുടെയും കയ്യിൽ പോകാത്ത പിള്ളേരാണ്. മീര പറയുന്നത് അനുസരിച്ചോട് അവളുടെ വാലെ തൂങ്ങി നടക്കുന്നത്. ദേവരാജൻ അത് പറയുമ്പോൾ മനസ്സിൽ പതിഞ്ഞുപോയ ആ 4 പേരുടെയും ചിത്രത്തിന് അയാൾ കൂടുതൽ മിഴിവേകുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പപ്പനും മീരയും 2 കുഞ്ഞുങ്ങളും. എത്രയും പെട്ടെന്ന് ദത്തനോട് പറയ് ഡിവോഴ്സ് ശ്രമിക്കാൻ. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് വന്ന് ചോദിക്കാൻ മടിക്കണ്ട എന്ന് പറഞ്ഞോളൂ. ഇതുപോലെയുള്ളൊരുത്തനെ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് സ്വീകരിക്കാതെ ഇരിക്കുന്നതാണ് മീരമോൾക്ക് നല്ലത്. എത്രയും പെട്ടെന്ന് അക്കാര്യം നമുക്ക് ചെയ്തു തീർക്കാം. അവസാനമായി അതും പറഞ്ഞിട്ട് ഊണുമേശയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മനസ്സിൽ പല ആലോചനകളും അയാൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഇതുപോലെയുള്ളൊരു മകളെയാണ് തനിക്കും തൻ്റെ കുടുംബത്തിനും ആവശ്യം. വീട്ടിൽ കയറി വന്ന മഹാലക്ഷ്മിയെ കാലുകൊണ്ട് ചവിട്ടിപ്പുറത്താക്കാൻ ഈ ദേവരാജൻ ഒരിക്കലും കഴിയില്ല. മീരമോൾ ഇവിടെ വേണം, എൻ്റെ മകൻ്റെ ഭാര്യയായി, ആ കുട്ടികൾക്കൊരു നല്ല അമ്മയായി, തനിക്കൊരു മകളായി. അവളുടെ സങ്കടങ്ങൾക്കൊക്കെയുള്ള ശാശ്വതമായ പരിഷ്കാരം ഇതുതന്നെയാണ്. കുഞ്ഞുങ്ങളുടെ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അയാൾ കണ്ടു അവരെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്കൊപ്പം കണ്ണുകൾ പൂട്ടി ഉറങ്ങുന്ന മീരയെ. 3 പേരുടെയും മുഖത്തെ നിഷ്കളങ്ക ഭാവം അയാളിലെ വാത്സല്യത്തെ തൊട്ടുണർത്തി. അതേസമയം മീരയെക്കുറിച്ച് തന്നെ ആലോചനകളിൽ മുഴുകി പാത്രത്തിൽ വിരലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പപ്പനപ്പോൾ. അവളുടെ ഭൂതകാലത്തെക്കുറിച്ചോർത്ത് അവൻ്റെ മനസ്സൊന്ന് തേങ്ങി. തനിക്കെവിടെയാണ് തെറ്റിയത്? വിനീതയെ താൻ എത്ര ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചെന്നത്. എന്നിട്ടും അവൾ എത്ര ഭംഗിയായിട്ടാണ് തന്നെ ചതിച്ചു കളഞ്ഞത്, അതും തൻ്റെ ഏട്ടൻ്റെ ഒപ്പം. ആലോചിക്കും തോറും അനിരുദ്ധിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. ലീവ് തീർന്ന് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ് 2 മാസങ്ങൾ മാത്രമേ അവളോടൊപ്പം താൻ ചിലവഴിച്ചുള്ളൂ. സമ്പത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും മടിയിൽ കിടന്ന് വളർന്നവൾക്ക് തൻ്റെ ആശയങ്ങളോടും അഭിപ്രായങ്ങളോടും തികച്ചും പുച്ഛമായിരുന്നു. എങ്കിലും താൻ അവളെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. കിടന്നിരുന്ന ബെഡിലെ ശൂന്യമായ പകുതി ഭാവം കോക്കറി കാട്ടിച്ചിരിക്കുന്നത് പോലെ തോന്നി അവന്. സ്വന്തം അമ്മ പോലും ഈ വൃത്തികെട്ട പണിക്ക് കൂട്ടുനിൽക്കുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ചെറുപ്പം മുതൽക്കേ ഇളയ മകനായ തന്നോട് ഒരിക്കലും ഒരു സ്നേഹമോ പരിഗണനയോ അമ്മ കാട്ടാറില്ലായിരുന്നു. എന്തിനും ഏതിനും അമ്മയ്ക്ക് ആദ്യേട്ടനായിരുന്നു പ്രധാനം. താനും അച്ഛനും ഈ വീട്ടിലെ അംഗങ്ങളാണെന്ന് പോലും അമ്മ ചിന്തിച്ചിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും അവ്യക്തമാണ്. അവൻ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് ഏങ്ങലടിച്ചു വിരുമ്പി. പെട്ടെന്നാണ് അവന് മീരയെക്കുറിച്ച് ആലോചന വന്നത്. താൻ അനുഭവിക്കുന്ന അതേ നാണക്കേട് തന്നെ ആയിരിക്കില്ലേ മീരേച്ചി അനുഭവിക്കുന്നത്? ഒരു തരത്തിൽ പറഞ്ഞാൽ സങ്കടങ്ങളുടെ നാണക്കേടിൻ്റെ നടുക്കടലിൽ തുഴയുന്ന ഒരേ തൂവൽ പക്ഷികളാണ് തങ്ങൾ ഇരുവതും. പാവം എവിടെയായിരിക്കും ഇപ്പോൾ? തന്നെക്കാളും ഇളയതായിട്ട് കൂടി സ്നാനം കൊണ്ട് ഏട്ടത്തി എന്ന് മാത്രമേ താൻ വിളിച്ചിട്ടുള്ളൂ. ഒരു പാവം പെൺകുട്ടി. അമ്മയുടെയും ഏട്ടൻ്റെയും കുത്തുവാക്കുകൾക്കിടയിലും സ്വാർത്ഥതയ്ക്കിടയിലും ജീവിക്കാൻ മറന്നുപോയ ഒരുവൾ. ഒരു പരാതിയോ പരിഭവമോ ഏതുമില്ലാതെ കരിപുരണ്ട അടുക്കളയിൽ ജീവിതം തീർക്കേണ്ടി വന്നവൾ. വിനീത പോലും അവളെ ഒരു ചേച്ചിയായിട്ട് കണ്ടിരുന്നില്ല. ഒരു പണിക്കാരിയുടെ സ്ഥാനം മാത്രമേ താനും അച്ഛനും ഒഴികെ മീരയ്ക്ക് ഈ വീട്ടിൽ ആരും നൽകിയിട്ടുള്ളൂ. അവളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മാത്രം എനിക്ക് വല്ലാത്ത വിമിഷ്ടം തോന്നി. മോനെ. അകത്തേക്ക് വന്ന സുകുമാരൻ്റെ ശബ്ദമാണ് അവനെ ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. അച്ഛവാ. പൊടുന്നനെ കണ്ണും മുഖവും ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. നീ എപ്പോഴാ വന്നേ? അയാൾ അവൻ അരികിലായി ചെന്നിരുന്നിട്ട് ചോദിച്ചു. 1-2 മണിക്കൂറായി കാണും. സുകുമാരനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുവാൻ പോലും അവൻ വല്ലാതെ പാടുപെട്ടു. വരുന്ന കാര്യം ഒന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ മോനെ, അയാൾ ആകുലതയോടെ ചോദിച്ചു. പറ്റിയില്ല. മുഖം കുനിച്ചുകൊണ്ട് അവനൊന്ന് വിമ്മിഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ വരവ് വേണ്ടായിരുന്നു. സുകുമാരൻ വിഷമം അടക്കാനാവാതെ മകനെ ഒന്ന് നോക്കി. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ തോന്നിയില്ല അച്ഛാ. അവൻ്റെ ശബ്ദം ഇടർന്നുവെന്ന് അറിഞ്ഞതും അയാൾ മകനെ വലം കൈയാൽ ചേർത്ത് പിടിച്ചു. താങ്ങാലൊരു ചുമല് കിട്ടിയതുപോലെ അവൻ അച്ഛൻ്റെ ചുമലിൽ തൻ്റെ സങ്കടങ്ങളൊക്കെ ഒഴുക്കി തീർക്കുമ്പോൾ ഒരു കൈകൊണ്ട് അവനെ തഴുകുവാനും സുകുമാരൻ മറന്നില്ല. പോയവർ പോയി അനി. നമുക്ക് നാണക്കേട് തന്നു പോയവർ ഇപ്പോൾ സുഖമായിട്ട് എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാവാം. നീ എന്തിനാ മോനെ അതോർത്ത് വിഷമിക്കുന്നത്? അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്ക്. നീയും എല്ലാം മറക്കണം. ബുദ്ധിമുട്ടാണെന്നറിയാം.
എന്നാലും പറയുക, നിന്നെ ചതിച്ചിട്ട് പോയവളെ നിനക്കും വേണ്ട. ഈ ബന്ധം ഇങ്ങനെ അങ്ങ് തീരട്ടെ. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ തുടങ്ങിക്കോളൂ. അച്ഛനുണ്ടാവും നിൻ്റെ കൂടെ. അയാൾ മകന് ധൈര്യമേകി. അച്ഛൻ പറഞ്ഞതാണ് ശരി. എന്നെ വേണ്ടാതെ എന്നെ ചതിച്ചു പോയവളെ ഓർത്ത് താനെന്തിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നത്? തനിക്ക് നാണക്കേട് മാത്രം വരുത്തി വെച്ചവളെ തൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇറക്കി വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു ശുദ്ധികലശം ആവശ്യമാണ് എല്ലാത്തിനും. മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് അവൻ അങ്ങനെ തന്നെ ഇരുന്നു, അച്ഛൻ്റെ കരുതലിൻ്റെ ചൂടും പറ്റിക്കൊണ്ട്. അച്ചുമോനെ, കുറുമ്പ് കാട്ടല്ലേ, നല്ല മോനല്ലേ. കണ്ണാടി എടുത്തോണ്ട് പുറത്തേക്ക് ഓടുന്നവൻ്റെ പിന്നാലെ മീരയും ഓടി. മോനെ വേണ്ടടാ, അത് താഴെ വീണ് പൊട്ടിയ നിൻ്റെ കൈമുറിയും, ഇങ്ങിതായോ. എത്രയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും അനുസരണയില്ലാതെ വെടിച്ചില്ലുപോലെ വീടിനുള്ളിലെ സകല മുറിയിൽ കൂടിയും അച്ചു പാഞ്ഞു നടന്നു. എൻ്റെ കൃഷ്ണ, ഈ കുഞ്ഞിന്ന് കൈമുറിക്കും. അവളുടെ ആദ്യം അതുമാത്രമായിരുന്നു. അച്ചുമ്മൻ കാറ്റുപോലെ ഉമ്മറത്തേക്ക് ഇറങ്ങി ഓടി. സോപാനപ്പടികൾക്ക് മുമ്പിലെത്തിയില്ല. അതിനു മുൻപേ തന്നെ ആ കുരുന്ന് കാലിടറി മുന്നോട്ട് വീഴാൻ പോയി. അച്ചുമോനെ, ഒരു നിലവിളി ശബ്ദത്തോടുകൂടി മീര് പാഞ്ഞു ചെന്ന് അവനെ കൈകളിലേക്ക് കോരിയെടുത്തതും അവളൊരു ഊക്കോടുകൂടി സാരത്തുമ്പിൽ കാല് തവട്ടി താഴേക്ക് പതിച്ചതും ഒരുപോലെ ആയിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ അവളുടെ നെറുക സോപാനപ്പടിയിൽ പിടിപ്പിച്ച ടൈലിൻ്റെ അറ്റത്തേക്ക് ഒട്ടൊരു ശക്തിയിൽ ഇടിച്ചു നിന്നു. ഒരു നിമിഷം ജീവൻ പറഞ്ഞു പോകുന്ന വേദന അവൾക്ക് തോന്നി. കണ്ണുകൾ മേലേക്ക് മറിഞ്ഞു. ശരീരമാകെ തളരുന്നത് പോലെയുള്ളൊരവസ്ഥ. പതിയെ പതിയെ അവളുടെ ദേഹത്തേക്ക് തണുപ്പിരച്ചു കയറി. തിരുനെറ്റിയിൽ നിന്നും മൂക്കിൻ്റെ പാലത്തിലേക്ക് എന്തോ ചൂടുള്ള ദ്രാവകം ഒഴുകിയിറങ്ങുന്നത് പോലെ മീരയ്ക്കപ്പോൾ അനുഭവപ്പെട്ടു. അതിന് ചോരയുടെ ഗന്ധമാണോ? അവൾക്ക് സംശയം തോന്നി. എങ്കിലും ആ അമ്മ മനം ആനന്ദത്തിൽ ആറാടുകയായിരുന്നു. സന്തോഷത്തിൻ്റെ നെറുകയിൽ അവൾ താണ്ഡവമാടുകയായിരുന്നു. കാരണം തൻ്റെ പൊന്നോമേനെ ഒരു പോറൽ പോലും ഏക്കാതെ ഇരു കൈകൾ കൊണ്ടും നെഞ്ചോരം പൊതിഞ്ഞു പിടിച്ചതോർത്ത്, ആ കുരുന്നിൻ്റെ കയ്യിലെ കണ്ണാടിച്ചില്ല് വീഴുന്നതിന് മുൻപേ തന്നെ അവൾ വലിച്ചെറിഞ്ഞതോർത്ത്, ഒരമ്മയ്ക്ക് ആനന്ദിക്കാൻ ഇതിൽ എന്താണ് വേണ്ടത്? ഇവിടെ എൻ്റെ ചോദ്യം ഇതാണ്. ഒരമ്മയാവാൻ ബീജത്തെ നവമാസങ്ങൾ ഉദരത്തിൽ പേറി കഷ്ടതകൾ അനുഭവിക്കേണ്ടതുണ്ടോ? പേറ്റുനോവ് അറിയേണ്ടതുണ്ടോ? പാലമൃത് ഊട്ടേണ്ടതുണ്ടോ? പൊക്കിൾക്കൊടിയുടെ ബന്ധനമില്ലാതെ അമ്മ എന്നൊരു വാക്കിന് പൂർണ്ണതയേവാൻ ഒരു സ്ത്രീക്കാവില്ലേ? എങ്കിൽ അവളാണ് എൻ്റെ നായിക, മീര. എൻ്റെ സ്റ്റോറി ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.